ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ഈസി ആയിട്ടുള്ള ടൊമാറ്റോ റോസ്റ്റ് ആണ് കേട്ടോ. എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ടൊമാറ്റോ റോസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ചോറിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഏതിൻ്റെ കൂടെയാണ് നിങ്ങൾക്ക് ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ട് തോന്നിയിട്ടുള്ളത് എന്നുള്ളത് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ടൊമാറ്റോ റോസ്റ്റ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 2 സവോള എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവോളയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കായിട്ട് 6 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് 6 എടുത്തിട്ടുള്ളത്. വലിയ തക്കാളി ആണെങ്കിൽ 4 മതി. പിന്നെ നമ്മൾ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് മുളക് പൊടിയും വേറെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് പച്ചമുളക് വേണ്ട. പിന്നെ ഒരു 6-7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി നിർബന്ധമാണ് കേട്ടോ ഈ റോസ്റ്റിൽ. അപ്പോൾ ആദ്യം നമുക്ക് ഈ സവോളയും തക്കാളിയും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് റോസ്റ്റ് റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ നമ്മൾ നമ്മുടെ ടൊമാറ്റോ റോസ്റ്റ് റെഡിയാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട, കുറച്ച് വെളിച്ചെണ്ണ മതി. നമ്മുടെ സവോള ഒന്ന് വഴറ്റിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. അപ്പോൾ നമുക്കിതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാം. നിങ്ങൾക്ക് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് ചേർക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ ചേർക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ചേർക്കാം. ഇനി വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഒന്ന് നമ്മുടെ എണ്ണയിലേക്ക് പിടിച്ചു വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ചേർക്കാം. ഇനി സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നുള്ളൂ. പിന്നീട് നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ ചേർക്കാം. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം കുറയ്ക്കാം. ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ ടൊമാറ്റോ റോസ്റ്റിൽ ചേർക്കാത്ത 1-2 പൊടികളും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇതിലേക്ക് ഇനി നമുക്ക് 1 പൊടിയും കൂടി ചേർക്കാനുണ്ട്. അതോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. നമ്മുടെ മീറ്റ് മസാലയാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. മീറ്റ് മസാല ഉപയോഗിക്കില്ല എന്നുണ്ടെങ്കിൽ ഗരം മസാലപ്പൊടി യൂസ് ചെയ്യാം. മീറ്റ് മസാല യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മീറ്റ് മസാല തന്നെ ചേർക്കാണ് നല്ലത്. അപ്പോഴാണ് നമ്മുടെ ടൊമാറ്റോ റോസ്റ്റിന് ഒരു പ്രത്യേക ടേസ്റ്റ് വരിക. 1 ടീസ്പൂൺ മതി. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഈ പൊടികളുടെ റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ഈ തക്കാളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിൽ തന്നെ ഇത് കുക്കായിക്കോളൂ കേട്ടോ. ഇനി എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യരുത്. നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞിട്ട് വേണം അടച്ച് വയ്ക്കാനായിട്ട്. പിന്നെ നമുക്ക് അടച്ച് വയ്ക്കാം. ഞാൻ ചെറിയ ബർണറിൽ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് അടച്ച് വയ്ക്കുന്നത്. നന്നായിട്ടൊന്ന് കുക്കായി കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ തക്കാളി ചേർത്ത് അടച്ച് വെച്ചിട്ട് ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. തക്കാളിയൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഓവറായിട്ട് തക്കാളി കുക്കായി പോകണ്ട കേട്ടോ. ആവശ്യത്തിന് തക്കാളി കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു പിഞ്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം. ആ തക്കാളിയുടെ പുളിയൊന്ന് ബാലൻസ് ആവാനാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടൊമാറ്റോ റോസ്റ്റ് ഈസി ആയിട്ട് റെഡിയായി കഴിഞ്ഞു. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക്
എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ റെസിപ്പി ഈസി ആയിട്ട് തോന്നിയോ ഇല്ലയോ എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെ ഈ മസാലകളൊക്കെ ചേർത്തിട്ട് നമ്മുടെ ടൊമാറ്റോ റോസ്റ്റ് ഉണ്ടാക്കാറുണ്ടോ ഇല്ലയോ എന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് നന്നായിട്ട് തക്കാളി ഉടഞ്ഞു വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി കുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവറായിട്ട് തക്കാളി ഉടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാൻ. തക്കാളിയൊക്കെ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോഴല്ലേ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.